നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ല. TP വധക്കേസിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്ന് രമേശ് ചെന്നിത്തല. കേസ് അന്വേഷണത്തിന് CBIക്ക് കത്തയച്ചിട്ടും പരിഗണിച്ചില്ല. ടെലിഫോൺ വിവരങ്ങൾ കൈമാറുന്നതിലെ മൊബൈൽ കമ്പനികളുടെ നിസ്സഹരണവും കേസിനെ ബാധിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം നിയമസഭയിൽ. കമ്പനികളുടെ നിലപാടിനെതിരെ കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. ടെലിഫോൺ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് കേസ് മുന്നോട്ടു പോകും. പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല. കണ്ണൂരിലെ രാഷ്ട്രീയ അതിക്രമങ്ങൾ തടയുന്നതിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ചിങ്ങം പിറക്കുമ്പോൾ വിഴിഞ്ഞം തിരയടിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണ കരാർ ചിങ്ങം 1-ന് ഒപ്പുവയ്ക്കും. തുറമുഖ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുന്നത് നവംബർ 1-ന്. തീരുമാനം അദാനി ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കരൺ അദാനിയും മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ. പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ 90% പൂർത്തിയായി. ഏറ്റെടുക്കാനുള്ള 32 ഏക്കർ ഭൂമിയുടെ കാര്യത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച. വിഴിഞ്ഞം കരാർ സുതാര്യമെന്ന് കരൺ അദാനി. പദ്ധതി 4 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്ന് അദാനിയുടെ ഉറപ്പ്. കബോട്ടാജ് നിയമത്തിൽ ഇളവ് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഇന്ന് തന്നെ കത്തയക്കും. നിർമ്മാണത്തിനുള്ള പാറ എത്തിക്കാൻ കേരളത്തിൽ സംവിധാനമൊരുക്കാനും യോഗത്തിൽ തീരുമാനം. കരൺ അദാനിയുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും. കരൺ അദാനിയും സംഘവും നിയമസഭാ കോംപ്ലക്സിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചർച്ചയ്ക്കെത്തിയത് ശശി തരൂർ MPയുടെ വീട്ടിൽ സ്വകാര്യ സന്ദർശനം നടത്തിയ ശേഷം. കയറുന്ന വിലയിൽ വലയുന്ന ജീവിതം. സംസ്ഥാനത്ത് വിലക്കയറ്റമെന്ന് സർക്കാർ. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായെന്ന് മന്ത്രി അനൂപ് ജേക്കബ് നിയമസഭയിൽ. പാൽ, പച്ചക്കറി തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലയിൽ 50% വർധന. അരിവിലയിൽ 20%-ലധികം വർധന. ചെമ്പാരിക്ക് വർദ്ധിച്ചത് 32%. മട്ടയരിക്ക് 21% വർധന. മന്ത്രി അനൂപ് ജേക്കബ് നിയമസഭയിൽ രേഖാമൂലം നൽകിയത് കഴിഞ്ഞ 4 വർഷത്തെ കണക്ക്. അരിവിലയിൽ വർധനയുണ്ടായത് ആന്ധ്രയിൽ നിന്നുള്ള അരിവരവ് നിലച്ചതോടെ. കൺസ്യൂമർ ഫെഡ് നൽകാനുള്ള 69 കോടി രൂപ കിട്ടാതെ സർക്കാർ ഏജൻസികൾക്കും വിതരണക്കാർക്കും അരി വിതരണം നടത്തില്ലെന്ന് മില്ലുടമകൾ. ഹോട്ടൽ ഭക്ഷണത്തിന് 65% വില വർദ്ധിച്ചു. സവാളയുടെ വിലയിൽ 89%-വും വെളിച്ചെണ്ണ വിലയിൽ 50%-ന്റെയും വർധന. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായി ഇടപെടുന്നുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ. വഴിവിട്ട രേഖയിൽ വിശദീകരണം. ലളിത് മോഡി വിവാദത്തിൽ പാർലമെന്റിൽ വിശദീകരണത്തിന് സുഷമ സ്വരാജ്. വിവാദത്തിലായ വിദേശകാര്യമന്ത്രിക്ക് പാർട്ടി അധ്യക്ഷൻ അമിത് ഷായുടെ നിർദ്ദേശം. വർഷകാല സമ്മേളനം പ്രക്ഷോഭത്തിൽ മുക്കാൻ പ്രതിപക്ഷം. നാളെ ആരംഭിക്കുന്ന മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA MPമാരുടെ അടിയന്തര യോഗം ഇന്ന് ഡൽഹിയിൽ. നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം മുന്നണി MPമാരുടെ യോഗം ഇതാദ്യം. പ്രതിപക്ഷ ആരോപണങ്ങൾ നേരിടാൻ രാഷ്ട്രീയ ആയുധം തിരഞ്ഞ BJP. ലളിത് മോഡി വിവാദവും വ്യാപം അഴിമതിയും വിഷയമാക്കി സഭ സ്തംഭിപ്പിക്കാൻ കോൺഗ്രസ്. പ്രത്യാക്രമണത്തിന് മൂർച്ച കൂട്ടി മോദി ടീം. ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.